ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നൊരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന റീഡിംഗ് ആണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവിനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാം. 11ാം മാസമാണ്, 11ാമത്തെ ദിവസമാണ്. ഇന്ന് ഏഞ്ചൽ നമ്പർ 1111 ആണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ആഗ്രഹം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. രാവിലെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു, അതിലെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുപോലെ ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ യൂണിവേഴ്സിൽ കൊടുക്കുക. അവിടെ കാർഡ് ഷഫിൾ ചെയ്യാണ്. ആദ്യം ടെറോ കാർഡാണ് നോക്കുന്നത്, അതിനുശേഷം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഓറക്കിൾ ഡെക്കിലൂടെ നോക്കും. ഓറക്കിൾ ഡെക്ക് ഇന്ന് ഞാൻ ഷഫിൾ ചെയ്യുന്നില്ല, കാരണം കൈ നല്ല വേദനയുണ്ട്. അത് ഇത്തിരി ഹെവി കാർഡ്സാണ്. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം കിട്ടിയിട്ടുള്ള കാർഡ് നോക്കൂ, ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. കാണുന്നുണ്ടോ? ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും സെപ്പറേഷനിലാണ്, നോ കോണ്ടാക്റ്റിലാണെന്ന് തന്നെയാണ് പറയുന്നത്. ആ ഒരു സെപ്പറേഷൻ മാറാൻ പോകുന്നതെന്നാണ് ഇവിടെ കാർഡ് പറയുന്നത്. ഇവിടെ നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു സൈക്കിൾ എല്ലാവരുടെ ലൈഫിലും ഉണ്ട്. അപ്പോൾ നിങ്ങളിൽ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടായിരുന്നുവെങ്കിൽ, ഒരു ബാഡ് കർമ്മ ഉണ്ടായിരുന്നുവെങ്കിൽ, അതെന്തായിക്കൊണ്ട് നിങ്ങളിലേക്ക് ഗുഡ് കർമ്മ വരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചു വരവ്. ഇവിടെ സൈക്കിൾ തിരിയാണ്. നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ് അല്ലേ? നിങ്ങളുടെ മനസ്സ് വളരെയേറെ വേദനിക്കുകയാണ്. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, വേദനിക്കണ്ട, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എവിടെ എന്തായി പോവില്ല. നമുക്കത് ഫാസ്റ്റായിട്ട് നടക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? മാനിഫെസ്റ്റ് ചെയ്യുക, അഫർമേഷൻസ് ചെയ്യുക. സെക്കൻഡ് കാർഡ് എന്തെന്ന് നോക്കാം. സെക്കൻഡ് കാർഡ് നോക്കൂ, കാണുന്നുണ്ടോ? 9 ഓഫ് കപ്സ് കാർഡാണ്. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ആണ് കാണിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരുന്നു. ഇവിടെ 9 കപ്സ് ഉണ്ട്. നിങ്ങളുടെ ഇമോഷനെയാണ് കാണിക്കുന്നത്, നിങ്ങളുടെ മാനിഫെസ്റ്റ് ചെയ്തുള്ള പ്രെയറിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ഏതൊക്കെ കാര്യം യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ആ ഒരു കാര്യമെല്ലാം യൂണിവേഴ്സ് ഓരോന്നായിട്ട് നിങ്ങളിലേക്ക് സാധിപ്പിച്ചു തരുന്നു എന്നാണ് പറയുന്നത്. അത്രയേറെ സന്തോഷിക്കാൻ പോകുന്ന നിങ്ങളുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. 9 ഓഫ് കപ്സ് കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് തന്നെയാണ് കാണിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഗിഫ്റ്റ് തരാൻ പോവുകയാണ്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ഉണ്ടെന്ന് കരുതുക. നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചു വരവും അതോടൊപ്പം തന്നെ നിങ്ങൾ എന്തൊക്കെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് തരാണ്. അപ്പോൾ സ്റ്റക്ക് എനർജി മാറാൻ പോവുകയാണെന്ന് യൂണിവേഴ്സ് കാർഡ്സിലൂടെ പറയുന്നു കേട്ടോ. നെക്സ്റ്റ് കാർഡ് നോക്കാം. ഇവിടെ ഏറ്റവും ആവശ്യം എന്തെന്നറിയോ? പോസിറ്റീവ് തിങ്കിങ് ആണ് കേട്ടോ. അതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇവിടെ എന്താണ്? 6 ഓഫ് സോർട്സ് കാർഡാണ്. ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ സെപ്പറേഷനിലാണ്, നോ കോണ്ടാക്റ്റിലാണെന്ന് തന്നെയാണ് വീണ്ടും കാർഡ് പറയുന്നത്. ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളും അവരും സെപ്പറേഷനിലാണെന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഓൾഡ് സ്റ്റോറിയാണ് കാണിക്കുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ അലട്ടുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് അവർ നല്ലതുപോലെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളും അവരും സെപ്പറേഷനിലാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ കുറേ കയറി വന്നിട്ടുണ്ടാവാം. എന്തെന്നറിയില്ല, കുറച്ച് ദിവസമായിട്ട് അവരിങ്ങനെ ഓർമ്മ വരുവാണ്. എനിക്ക് എനർജി നഷ്ടപ്പെടുന്ന പോലെ തോന്നുകയാണ് അല്ലേ? നിങ്ങൾക്ക് എനർജി നഷ്ടപ്പെടുന്നു വേണ്ട. നിങ്ങളുടെ പേഴ്സൺ അവിടെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ ആഗ്രഹിക്കുകയാണ്, പോസിറ്റീവായിട്ട് ഓർമ്മകൾ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് കാർഡിൽ നിന്ന് നോക്കാം. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് ആയിട്ട് തന്നെ ഒരു സ്പിരിച്വൽ ലെസൺ, സ്പിരിച്വൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് അവർക്ക് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് ദ സ്ട്രെങ്ത് ആണ്. നിങ്ങളുടെ എനർജിയാണ്. നിങ്ങളോട് കറേജ് കൊണ്ടുവരാനാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള സെപ്പറേഷനിൽ, ഈ നോ കോണ്ടാക്റ്റിൽ വളരെയേറെ വിഷമിച്ചിരുന്നു. എനർജി നഷ്ടപ്പെട്ടതുപോലെ നിങ്ങൾക്ക് തോന്നിയിരുന്നു. നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് എനർജി നിങ്ങളിലേക്ക് കൊണ്ടുവരൂ, കറേജ് നിങ്ങളിലേക്ക് കൊണ്ടുവരൂ. ഇവിടെ സിംഹത്തിനെ പോലും നിങ്ങൾക്ക് അനുനയിപ്പിക്കാൻ കഴിവുണ്ട്. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്കെല്ലാം നേടിയെടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. സെൽഫ് ലവാണ് ആദ്യം ചെയ്യേണ്ടത്. അവനവനെ തന്നെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ആഗ്രഹം കാണുക.
നിങ്ങളുടെ നേട്ടം കാണാം, നിങ്ങളുടെ ഫ്യൂച്ചർ കാണാം. ഇവിടെ തോറ്റുപോകുന്ന ഒരു എനർജിയിലെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നേ. നിങ്ങളിലേക്ക് പോസിറ്റീവ് തിങ്കിങ് കൊണ്ടുവന്നുകൊണ്ട് മുന്നോട്ട് തന്നെ ഫോക്കസ് ചെയ്യാനാണ് പറയുന്നേ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് നേടാനായിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് കറേജ് തരുന്നു, സ്ട്രെങ്ത് തരുന്നു എന്നും ഈ കാർഡ് പറയാം. ഒരു കാർഡ് കൂടി എടുത്തിട്ട് നമുക്ക് ഒരേക്കൽ ഡെക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ എനർജി എന്ന് നോക്കുമ്പോൾ 4 ഓഫ് സോർട്സ് കാർഡാണ്. അവരുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നും ഒരു ചെറിയ ഹോളിഡേ ആഗ്രഹിക്കുകയാണ്. അവരിപ്പോൾ ഒറ്റയ്ക്കിരിക്കുകയാണ്. അവരിപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ചാണ്. ഈ സന്ധ്യാസമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. പാസിറ്റീവായിട്ടുള്ള എനർജി ഇവിടെ കാണിക്കുന്നു, നിങ്ങളെക്കുറിച്ച് ഓർത്തെടുക്കുന്നു. ഇവിടെ അവർ സ്വയം ഹീലാവുന്നുണ്ട്. സ്വയം ഹീലാവെന്ന് പറഞ്ഞാൽ അവർ ചെയ്ത തെറ്റുകൾ എന്തെന്ന് അവർ ഓർത്തെടുക്കുന്നു. നിങ്ങൾ അത്ര കണ്ട് വേദനിച്ചിട്ടുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു. യൂണിവേഴ്സായിട്ട് തന്നെ അവരിലേക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു എന്ന് ഈ കാർഡ് പറയാണ്. ഇവിടെ അവർ നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അവരുടെ ബിസി ലൈഫിൽ നിന്നും അവർ തനിച്ചിരിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ തനിച്ചിരിക്കുമ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇനി നിങ്ങൾക്ക് ഒരു കാർഡും കൂടി എടുക്കണോ? എടുക്കാം, ഒരു കാർഡും കൂടി എടുക്കാം. ക്ലാരിറ്റി കിട്ടിയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ കാർഡ് എടുക്കണ്ടേ? അങ്ങനെ വെറുതെ പറ്റില്ലല്ലോ. ദ ഹീറോ ഓഫ് ആണ് കിട്ടിയിട്ടുള്ളത്. എന്താണ്? സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ലെസനാണ് ഇപ്പോൾ അവരിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ട്രഡീഷൻ ഫോളോ ചെയ്യുന്ന വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. അവർ ഇപ്പോൾ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ പോകുന്നു എന്ന് പറയുമ്പോൾ യൂണിവേഴ്സായിട്ട് തന്നെ, പ്രപഞ്ചശക്തിയായിട്ട് തന്നെ അവരിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഹിറോഫിൻ്റെ കാർഡ് കയറി വരുമ്പോൾ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നു എന്നാണ്. അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട്, അവരുടെ ലൈഫുമായി ബന്ധപ്പെട്ട് ഒരു കാര്യത്തെയാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ്? അവർ തനിച്ചായതുപോലെ ഫീൽ ചെയ്യുന്നു, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും നിങ്ങളുടെ എനർജിയും ഓറക്കിൾ ഡെക്കിലൂടെ നോക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്താണ് നൽകുന്ന മെസ്സേജ് എന്ന് നോക്കാം. മേക്കിംഗ് മാജിക് എന്നാണ് കിട്ടിയിട്ടുള്ളത്. എന്താണ് പറയുന്നത്? എവറിത്തിങ് സീംസ് പെർഫെക്റ്റ് ആൻഡ് ഇറ്റ്സ് നോട്ട് ആൻ ഇല്യൂഷൻ. എന്താണ്? ട്രസ്റ്റ്, ബിലീവ് ഇൻ ലവ് എന്നാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നത്. ആദ്യത്തെ കാർഡോട് വയ്ക്കാം. സെക്കൻഡ് കാർഡ് എടുക്കാം. സ്റ്റേ സ്ട്രോങ് എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. ഫൈറ്റ് ഫോർ ലവ് ബട്ട് ചൂസ് യുവർ ബാറ്റിൽസ് വൈസ്ലി എന്നാണ് പറയുന്നത്. കറേജ്, ലോയൽറ്റി, ട്രൂത്ത് എന്നാണ് ഈ കാർഡ് പറയുന്നത്. സെക്കൻഡ് കാർഡ് വെച്ചിട്ട് തേർഡ് കാർഡ് എടുക്കാം. പെർഫെക്റ്റ് മൂവ്സ് എന്നാണ് പറയുന്നത്. കീപ് ദി സ്പിരിറ്റ് ഓഫ് പ്ലേ ആൻഡ് ഫൺ അലൈവ് ടു ബി ക്ലോസർ. ഇവിടെ ഫ്ലർട്ടി, ഗ്രേസ്ഫുൾ, ഈസി എന്നാണ് പറയുന്നത്. ഒരു കാർഡിൻ്റെ മീനിങ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം കേട്ടോ. സമയമില്ലാത്തതുകൊണ്ടാണ് വേഗം എടുക്കുന്നത്. അടുത്ത് ഫൈൻ റൊമാൻസ് എന്നാണ് പറയുന്നത്. കോട്ട് അപ്പ് ഇൻ എ വേൾഡ് വിറ്റ് ഓഫ് ഇമോഷൻസ് ആൻഡ് പ്രോമിസസ്. മിസ്റ്ററി, അട്രാക്ഷൻ എന്നാണ് പറയുന്നത്. ഒരു കാർഡും കൂടി എടുക്കട്ടെ. ബാക്ക് ആൻഡ് ഫോർത്ത് എന്നാണ് പറയുന്നത്. ചേഞ്ചിങ് യുവർ മൈൻഡ് ഓർ ബീങ് കൺഫ്യൂസ്ഡ് ഇമോഷണലി. ഫ്ലൈറ്റി, അൺസർട്ടനിറ്റി എന്നാണ് പറയുന്നത്. ഇനി ഓരോ കാർഡ്സും ഞാൻ പറയാൻ പോവുകയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ, നിങ്ങളുടെ ഇമോഷൻസെയാണ് ഇവിടെ ഒറക്കിൾ ഡെക്ക് കാണിക്കുന്നത്. ഓരോ കാർഡ് എടുത്ത് പറയാം. ആദ്യം കിട്ടിയിട്ടുള്ള കാർഡ് മേക്കിംഗ് മാജിക് എന്നാണ്. ഇവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരു സൈൻ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തോന്നുകയാണ്. ഇതൊരു മിഥ്യയല്ല എന്ന് നിങ്ങളിപ്പോൾ തിരിച്ചറിയുന്നു എന്നാണ് പറയുന്നത്. ഈ റീഡിങ് കാണുന്ന നിമിഷം മുതൽ നിങ്ങളുടെ പേഴ്സണ് മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുവാനും നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനെയാണ് ഈ കാർഡ് പറയുന്നത്. ഇത് ഒരു സ്വപ്നമല്ല, ഒരു മിഥ്യയല്ല, ഇത് സംഭവിച്ചേ തീരൂ എന്ന് യൂണിവേഴ്സ് കാർഡ്സിലൂടെ പറയാണ്. ഒരു മാജിക് തന്നെയാണ് നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ്
ഇവിടെ കാർഡ്സ് പറയുന്നേ. വിശ്വസിക്കുക പറയുന്നു, ട്രസ്റ്റ് ചെയ്യാൻ പറയുന്നു. ഇന്ന് നിങ്ങളിലേക്ക് വിശ്വാസം വരുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. പാസ്റ്റുമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങളും അവരും തമ്മിൽ എത്ര കണ്ട് വിശ്വാസം ഉണ്ടായിട്ടുണ്ടാവണം. ഇന്ന് നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സണെയാണ് കാണിക്കുന്നത്. കണ്ടോ, ഈ ബന്ധത്തിൽ, ഈ ലവിൽ വിശ്വാസത്തെയാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് നോക്കാം. കാണുന്നുണ്ടോ? സ്റ്റേ സ്ട്രോങ് എന്നാണ് പറയുന്നത്. നോക്കൂ, സ്നേഹത്തിന് വേണ്ടി പോരാടാൻ പറയുകയാണ്. പക്ഷെ ബുദ്ധിപൂർവ്വം വേണമെന്ന് പറയുന്നു. നിങ്ങളുടെ യുദ്ധമെന്ന് പറയുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടി ബുദ്ധിപൂർവ്വം വേണമെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. സ്നേഹത്തിന് വേണ്ടി പോരാടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെടുത്ത് പോരാടണം? യൂണിവേഴ്സിനോട് പോരാടണം. എൻ്റെ പേഴ്സൺ എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ, എൻ്റെ സ്നേഹം ആത്മാർത്ഥതയുള്ളതാണെന്ന് അവർ തിരിച്ചറിയുകയാണെങ്കിൽ എന്നിലേക്ക് വരട്ടെ. ഇവിടെ ഞാൻ യാചിച്ചു പോവുന്നില്ല, ഇനി ഞാൻ യാചിച്ചു പോവില്ല, അവർ തിരിച്ചു വരട്ടെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാൻ മാത്രമാണ്. നിങ്ങൾ സ്നേഹത്തിന് വേണ്ടി പോരാടുക, നിങ്ങളെ തന്നെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ പോരാടുക, സെൽഫ് ലവ് ചെയ്തുകൊണ്ട് പോരാടുക. ഇവിടെ സ്ട്രോങ് ആയി നിൽക്കാൻ നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ തോറ്റു പോകരുത്, തളർന്നു പോകരുത്, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. അവിടെയാണ് മാറ്റം വരുന്നത്. അവിടെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു എനർജി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. കേട്ടോ? നെക്സ്റ്റ് കാർഡ് പെർഫെക്റ്റ് മൂവ്സ് എന്നാണ്. കാണുന്നുണ്ടോ? ഇവിടെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് വിനോദത്തിൽ ഏർപ്പെടാനാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമ്പോൾ, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ പഴയതെല്ലാം മറക്കാനായിട്ട്. ഏതെങ്കിലും കൈപ്പേറിയ അനുഭവം ഉണ്ടാവുമല്ലോ അല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങളിപ്പോൾ സെപ്പറേഷനിലായത്, നോ കോണ്ടാക്റ്റിലായത്. അതെല്ലാം മറക്കാനായിട്ട് യാത്ര പോവാം, വിനോദങ്ങളിൽ ഏർപ്പെടാം, ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്കും അവർക്കും ഒരുമിച്ച് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കൂടുതൽ പേർക്കും യാത്രകളെ ആവും ഇഷ്ടപ്പെടുക. ഓക്കെ, അപ്പോൾ അതാണ് യൂണിവേഴ്സ് പറയുന്നത്. പഴയ കാര്യങ്ങൾ മറന്നു കളയുക. നിങ്ങളും അവരും കമ്മ്യൂണിക്കേഷനിൽ വരുമ്പോൾ, കോണ്ടാക്റ്റിൽ വരുമ്പോൾ പരസ്പരം സംസാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറയുകയാണ്. കേട്ടോ? നെക്സ്റ്റ് കാർഡ് നോക്കാം. ഫൈൻ റൊമാൻസ് എന്നാണ് പറയുന്നത്. കാണുന്നുണ്ടോ? ഇവിടെ ഈ കാർഡ് പറയുന്നത് വികാരങ്ങളുടെയും വാഗ്ദാനങ്ങളുടെയും ചുഴലിക്കാറ്റിൽ കുടുങ്ങിയെന്നാണ്. എന്താ പറയണേ അങ്ങനെ? ഇവിടെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് ആണ് കാണിക്കുന്നത്. ഇവിടെ റിങ് കണ്ടോ? നിങ്ങളുമായിട്ടുള്ള ഒരു അട്രാക്ഷനെയാണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് അവർ തിരിച്ചു വരുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാൽ തന്നെയാണ്, അവർ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളെന്തെന്നറിയില്ല, അവർക്ക് ഇന്ന് വളരെയേറെ അട്രാക്ഷൻ തോന്നുന്നുണ്ട്. അത് നിങ്ങളോടുള്ള സ്നേഹം തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളെ അവർ അത്രമാത്രം സ്നേഹിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ട് തന്നെയാണ് കാർഡ്സ് വരുന്നത്. നിങ്ങൾക്ക് യൂണിവേഴ്സിൽ വിശ്വസിക്കാം. നെക്സ്റ്റ് കാർഡ് ബാക്ക് ആൻഡ് ഫോർത്ത് എന്നാണ് കിട്ടിയിട്ടുള്ളത്. കാണുന്നുണ്ടോ? ഇവിടെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ മാറ്റുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ആശയക്കുഴപ്പത്തിലാവുന്നുണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം കുറേ നാളായിട്ട് സെപ്പറേഷനിലായിട്ടുള്ള വ്യക്തികൾ ഈ റീഡിങ് കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ആശയക്കുഴപ്പമാണ് കാണിക്കുന്നത്. അവരെന്നിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ള സംശയമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് എന്താ പറയുന്നത്? ആശയക്കുഴപ്പത്തിലൊന്നും ആവേണ്ട ആവശ്യമില്ല. ഈ ബന്ധമെന്ന് പറയുന്നത് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും രീതിയിലൊരു സ്റ്റക്ക് എനർജി ഉണ്ടെങ്കിൽ ആ സ്റ്റക്ക് എനർജി മാറാനാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. പോസിറ്റീവിനെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യുക, അത് സെൽഫ് ലവ് ചെയ്യുക. എന്ന് നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാം. ഓക്കെ, ഒരു കാർഡും കൂടെ എടുത്തിട്ട് നമുക്ക് നോക്കാം. എഫെമറൽ എന്നാണ് കിട്ടിയിട്ടുള്ളത്. കാണുന്നുണ്ടോ? ഇത് പറയുന്നത് ഹാവിങ് എ ബ്രീഫ് അഫെയർ ഓർ എ റോക്കി റിലേഷൻഷിപ്പ് എന്നാണ്. നോക്കൂ, ഷോർട്ട് ടൈം ഹാവിങ് ഫൺ. നിങ്ങളിൽ നടന്നിട്ടുള്ളൊരു കാര്യത്തെയാണ് കാണിക്കുന്നത്. പാസ്റ്റുമായിട്ടുള്ള എനർജിയാണ് ഈ കാർഡ് പറയുന്നത്. ഇവിടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ കുറച്ച് പേർക്ക് ഇതൊരു ഷോർട്ട് ടൈം ബന്ധമായിട്ട് കാണിക്കുന്നു, ഷോർട്ട് ടൈം റിലേഷൻഷിപ്പായിട്ട് കാണിക്കുന്നു. വളരെ കുറച്ചു കാലം നിലനിന്നിട്ടുള്ള ഒരു ബന്ധമാണ്. എന്നിട്ടാണ്
ഈ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളത്, നോ കോണ്ടാക്റ്റ് വന്നിട്ടുള്ളത്. എന്തുകൊണ്ടായി കാർഡ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ എല്ലാവരും ഒരേ എനർജി അല്ല, കുറച്ചു പേരുടെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ കുറച്ച് നാൾ മാത്രമേ ഈ ബന്ധം നിലനിന്നിട്ടുള്ളൂ എന്ന് പറയുകയാണ്. അതിനുശേഷമാണ് ഈ സെപ്പറേഷൻ വന്നിട്ടുള്ളത്. അപ്പം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് എല്ലാവരും ഒരേ എനർജി അല്ല, ഡിഫറെൻ്റ് എനർജിയാണ്, കുറച്ച് പേരുടെ എനർജിയാണ് അത് കിട്ടിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഒരു പൂർണ്ണത കിട്ടാത്തത് അല്ലേ? ഒരു പൂർണ്ണത തരൂ ഈ ബന്ധത്തിൽ. എന്താണ് നോക്കൂ, എൻചാന്റഡ് വിസ്പർ എന്നാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേട്ടിട്ട് പ്രണയത്തിലൊരു അവസരം നേടാൻ പറയാണ്. അപ്പോൾ അവസരമാണ് കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് പേരുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് അവസരം തന്നെയാണ്, ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ തയ്യാറായിക്കോളൂ. ഇവിടെ ഡെത്ത് ആൻഡ് റീബർത്ത് കാർഡ് ആദ്യം കിട്ടിയിട്ടുണ്ട്, അവസാനം കിട്ടിയിട്ടുള്ള കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തയ്യാറാകൂ, അവസരം നിങ്ങളിലേക്ക് തന്നെയാണ്. അപ്പോൾ ഈ റീഡിങ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.